ഐ എം എൻ ആവറേജ് ഡാൻസർ, ഐ എം എൻ ആവറേജ് സിംഗർ, ഐ എം എൻ ആവറേജ് സ്റ്റോറി ടെല്ലർ, ഐ എം എൻ ആവറേജ് ആക്ടർ, ഐ എം എൻ ആവറേജ് ആങ്കർ. ദ മൊമെന്റ് ഐ പുട്ട് എൻ എനർജി ഐ ബിക്കം എബവ് ആവറേജ്. കുറച്ചും കൂടെ എനർജി ഇട്ട് കഴിഞ്ഞാൽ ഐ ബിക്കം എക്സെപ്ഷൻ. എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു സമയം മാത്രമാണ് ഞാനിങ്ങനെ ഹാപ്പിയാണെന്നുള്ളത് എനിക്കൊരു പാരയായിട്ടുള്ളൂ. കല്യാണാലോചന വന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ഓക്കെ ആണെന്ന് ഗോപിക തോന്നി. ഗോപിക എസ് പറയുന്നില്ല ഇനീഷ്യൽ സ്റ്റേജിൽ. അവളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഫേക്ക് ചെയ്യാണ്, ഇയാൾ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്, ഇയാൾ എപ്പോഴും ഭയങ്കര സ്വീറ്റായിട്ടാണ് സംസാരിക്കുന്നത്, എന്തിപ്പോൾ ചെയ്യതിന്. അവസാനം ഞാൻ ഗോപിയുടെ അടുത്ത് പറഞ്ഞു, ഗോപി ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ട്രെയിറ്റാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കൊല്ലം എടുത്തു അവൾക്ക് മനസ്സിലാവാൻ ഇത് അഭിനയമല്ല. പിന്നെ ഉള്ള പ്രശ്നം അതിലേറെ പ്രശ്നമായിരുന്നു. ഇത്രയും ഹാപ്പി ഒരാളുടെ ലൈഫിലേക്ക് ഞാൻ എങ്ങനെ ചെല്ല, എനിക്ക് ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു താൻ അതിനെ കുറിച്ചൊന്നും ബോധറിയണ്ട. എൻ്റെ റൈറ്റ് ആൾ എൻ്റെ മുന്നിൽ വരുമ്പോഴേ ഞാൻ കല്യാണം കഴിക്കുമെന്നുള്ള ഡിസിഷൻ കൊണ്ടായിരുന്നു. അല്ല, എനിക്കങ്ങനെ ഒരു റൈറ്റ് ആൾ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടെന്ന് തോന്നുന്നില്ല. ആരാണോ വരുന്നത് അവരെ റൈറ്റ് ആക്കുക, അല്ലെങ്കിൽ നമ്മൾ അവരുടെ റൈറ്റിലേക്ക് കയറുക. എനിക്കൊരു കൈ കൊടുക്കുമ്പോൾ അയാളുടെ സഭാകമ്പത്തിന്റെ ലെവൽ എനിക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അയാളുടെ കോൺഫിഡൻസ് ലെവൽ എനിക്ക് മനസ്സിലാവും. ഇത് വെച്ചാണ് ഞാൻ അയാളെ സ്റ്റേജിൽ 30 സെക്കൻഡ് നിർത്തണോ 2 മിനിറ്റ് നിർത്തണോ എന്ന് പറയാം. കാരണം അത്രയും ഞാൻ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് ഞാൻ എപ്പോഴും ഐ ഗിവ് വാട്ട് ദേ വോണ്ട്. എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ പട്ടാമ്പി എൻ്റെ അക്കൗണ്ട് ഇപ്പോഴും 15 കൊല്ലം 20 കൊല്ലമായിട്ട് ഒരേ ഒറ്റ അക്കൗണ്ടാണ്. ആ അദ്ദേഹം കൃത്യമായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അച്ഛൻ്റെ കൈ കൊണ്ടു കൊടുത്തു. അപ്പം അച്ഛൻ പറഞ്ഞു ഇത് നടക്കൂല, ഇത് എവിടെയെങ്കിലും കൊണ്ട്. അങ്ങനെയാണ് അച്ഛനെ ലോക്കാക്കി ഗോപുരയൊക്കെ വാങ്ങിപ്പിച്ചത്. നല്ല കാര്യം. ഇപ്പൊ എനിക്ക് EMI ഉണ്ട്, എല്ലാ കൊല്ലം എങ്ങനെ ടാർഗറ്റ് വെച്ച് ചെയ്യണമെന്നുണ്ട്, പഴയ പോലത്തെ. എനിക്ക് ഒരുപാട് ട്രോള് വന്നിട്ടുള്ള ഒരു സംഭവം, സൂര്യ ടി വിയിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ലോങ് ജേർണി പോകാൻ, ഒരു റോഡ് ട്രിപ്പ് പോകാൻ ആരുടെ കൂടെ ആഗ്രഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അല്ലു അർജുൻ എന്നാണ്. അപ്പോൾ അതിനകത്ത് എന്നെ ഇങ്ങനെ വാരി വലിച്ച് കൊല്ലുന്നുണ്ട്. അപ്പോൾ അല്ലു അർജുൻ. പക്ഷെ ഐ ഡോണ്ട് കെയർ, ദാറ്റ് ഇസ് മൈ ആഗ്രഹം. എനിക്ക് അതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. ഞാൻ ഇന്നും അത് ധൈര്യത്തോടെ പറയും. ഞാൻ എൻ്റെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ അത് ഞാൻ ഉള്ളിന്ന് പറയാ, ഞാൻ എക്സൈറ്റ്മെന്റോട് കൂടി പറയാ. ഇങ്ങനെയാണ് എൻ്റെ ലൈഫിൽ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നില്ല, ഞാൻ ആ സമയത്ത് എൻജോയ് ആയിരുന്നു. നേരെ മറിച്ച് ഇത് തന്നെയാണ് സംഭവിക്കുക ഞാൻ എൻ്റെ വൾണറബിൾ ഇമോഷൻ ഒരാളുടെ അടുത്ത് പറയുമ്പോൾ. അതുകൊണ്ട് ഞാനിതൊരിക്കലും ഷെയർ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾക്കൊക്കെ ഓവർ തിങ്കിങ് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഓവർ തിങ്കിങ് ഇൻറ്റു 50 ഉള്ള കഴിവുണ്ട്. ഈ സാധനത്തിന് എനിക്കൊക്കെ ഡിപ്രഷനിലൊക്കെ പോകാൻ ചിലപ്പോൾ വളരെ ഈസി ആയിരിക്കും. കാരണം അതൊക്കെ അത്ര അടിപൊളിയായിട്ട് ഇത്ര പോകുന്നൊരു സാധനത്തിനെ മോശമാക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് ഐ ഡോണ്ട് സ്പെൻഡ് മച്ച് എനർജി ദെയർ. എനിക്ക് സങ്കടം വരുന്ന സമയമുണ്ട്, എനിക്ക് ഡിസപ്പോയിൻമെന്റ് വരുന്ന സമയമുണ്ട്, ഇറിറ്റേഷൻ വരുന്ന സമയമുണ്ട്, ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ടെൻഷൻ വരുന്ന സമയമുണ്ട്. ആങ്സൈറ്റി ടെൻഷൻ ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താ പറയുക, പോയി കിടന്നുറങ്ങും. നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര, കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം. Being someone's first love may be great, but to be their last is beyond perfect. Welcome to Saina Presents Life Behind the Mic podcast. ഞാൻ രേണു. എനിക്കൊപ്പം മലയാളികൾ ഏറെ സ്നേഹത്തോടെ GP എന്ന് വിളിക്കുന്ന ഗോവിന്ദ് പത്മസൂര്യാണ്. GP, വെൽക്കം. താങ്ക് യു സോ മച്ച്. ഹസ്ബൻഡ്ഹുഡിലൂടെയാണ് നമ്മുടെ യാത്ര നമ്മളിന്ന് തുടങ്ങുന്നത്. ആദ്യത്തെ ചോദ്യം, GP ഹാപ്പിയാണോ? പിന്നെ അടിപൊളിയാണ്. ഐ എം ഹാപ്പിയർ ദാൻ ഐ വാസ്. ശരിക്കും ജനറലി ഞാൻ ലൈഫിൽ എന്തിലേക്ക് കിടക്കുമ്പോഴും ഞാൻ ഒരുപാട് ഹാപ്പിനെസ്സോടു കൂടിയാണ് ചെയ്യാറ്. ഞാൻ എന്തും എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്, ഈശ്വരാനുഗ്രഹം എന്ന് പറയാം. ഞാൻ മുമ്പത്തേക്കാൾ കൂടുതൽ ഹാപ്പിയാണ്. ലൈക്ക് ഞാൻ എക്സൈറ്റഡ് ആണ്. ഹാപ്പി നല്ലതായില്ല, എനിക്ക് തോന്നുന്നു ഓരോ ചെറിയ കാര്യത്തിലും ഐ എം വെരി എക്സൈറ്റഡ്. ഇപ്പോൾ GPയെ കുറിച്ച് പറഞ്ഞാൽ 30ക്ക് ശേഷമാണ് GP ഒരു കല്യാണത്തിലേക്ക് വരുന്നത്. വാസ് ഇറ്റ് ബിക്കോസ് എനിക്കിപ്പോഴാണ് ഇതിനുള്ള മെച്യൂരിറ്റി ആയി, എൻ്റെ റൈറ്റ് ആളെ കാണാതെ ഞാൻ കല്യാണം കഴിക്കില്ല, അങ്ങനത്തെ വാശികളായിരുന്നു? അതായത് ഞാൻ സെറ്റിലായി, എനിക്ക് സ്വസ്ഥമായി, വേറെ ആരും പറയുന്നത് കേട്ടിട്ടല്ല, എൻ്റെ റൈറ്റ് ആൾ എൻ്റെ മുന്നിൽ വരുമ്പോഴേ ഞാൻ കല്യാണം കഴിക്കുമെന്നുള്ള ഡിസിഷൻ കൊണ്ടായിരുന്നു? അല്ല, എനിക്കങ്ങനെ ഒരു റൈറ്റ് ആൾ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടെന്ന് തോന്നുന്നില്ല. ആരാണോ വരുന്നത് അവരെ റൈറ്റ് ആക്കുക, അല്ലെങ്കിൽ നമ്മൾ അവരുടെ റൈറ്റിലേക്ക് കയറുക. എഗെയിൻ ഞാൻ ആരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഞാൻ ഏറെക്കുറെ ഈ സ്പേസിലായിരിക്കും. വേർ ഐ ട്രൈ ടു ഇൻവെസ്റ്റ് മൈ ടൈം. അവരുടെ രീതിയിലേക്ക് ഞാൻ മാറാൻ ശ്രമിക്കും. ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് ബ്യൂട്ടിഫുൾ ആസ് പോസിബിൾ. ഒരു റൈറ്റ് ആളിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് റൈറ്റ് ആളിനെ കണ്ട് കല്യാണം കഴിച്ചതല്ല. കല്യാണം എൻ്റെ പ്രയോറിറ്റി ആയിരുന്നില്ല.
എനിക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നിയിരുന്നില്ല. എനിക്ക് കുറേ കാര്യങ്ങളല്ലാതെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കി ഇതിനകത്ത് കുറേ ടൈം ആൻഡ് എനർജി സ്പെൻഡ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അപ്പം ഞാൻ അന്ന് പറഞ്ഞ പോലെ എൻ്റെ സ്വപ്നങ്ങൾ ഇത്രയും വലിയ പരിപാടികളായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോഴൊന്നും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഈ പരിപാടിയിലാണ് എൻ്റെ ടൈം ആൻഡ് എനർജി. അപ്പം ഞാൻ സെറ്റിലായിട്ട് സ്റ്റാറായി കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഇതെല്ലാം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കലുണ്ടാവില്ല. അത് വേറൊരു മെച്യൂരിറ്റിയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ച എല്ലാ സ്ഥലത്തും എത്തിയിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു ഞാൻ എത്രയോ ഏർലി ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നൊരു വ്യക്തിയാണ്. D4 ഡാൻസ് ഒക്കെ എനിക്ക് തന്ന പോപ്പുലാരിറ്റി അത്രയും സംഭവമാണ്. അപ്പോൾ ഓരോ തവണയും ഞാൻ വിചാരിക്കും ദിസ് ഇസ് ഇറ്റ്. വൈകുണ്ഠപുരത്തിൽ എനിക്കൊരു അവസരം കിട്ടി, ഞാൻ തെലുങ്കിൽ ഡെബ്യൂ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ദിസ് ഇസ് ഇറ്റ്. D4 ഡാൻസ് ആണ് അപ്പോൾ ദിസ് ഇസ് ഇറ്റ് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ പിന്നെയും നമ്മുടെ ആഗ്രഹങ്ങൾ വലുതായിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ ദിസ് ഇസ് ഇറ്റിന് ഒരു ആവുന്നില്ല. ഞാൻ 20 വയസ്സിൽ കല്യാണം കഴിച്ച ഒരാളാണ്. അപ്പം അതിനുശേഷം ഇറ്റ് വാസ് നോട്ട് ഈസി. നമ്മൾ പിന്നെയും പഠിക്കണം. PG ഞാനത് കഴിഞ്ഞിട്ടാണ് എടുത്തത്. ജോലി എൻ്റെ കൂടെ തന്നെ, കല്യാണം കഴിഞ്ഞ പുറകെ തന്നെ ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെ അതെല്ലാം കൂടെ വെച്ചിട്ട് എൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് ഒരിക്കലും മാറ്റി വെക്കേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡാണ് എന്നെ മീഡിയയിലോട്ട് പുഷ് ചെയ്തതും വിട്ടതും എല്ലാം. ഹീ ഡിസൈഡഡ് യു ടോക്ക് വെൽ, യു ഷുഡ് ഡു ദിസ് എന്ന് പറഞ്ഞ് പോകുന്നതല്ല. പക്ഷെ പലപ്പോഴും കല്യാണങ്ങളിലേക്ക് വരുമ്പോൾ സ്വപ്നങ്ങളെ മാറ്റി വെക്കേണ്ടതായിട്ടും അതുവരെ ചിറക് മുളയ്ക്കാൻ ആഗ്രഹിച്ച ചിറകിനെ വെട്ടിക്കളയേണ്ടതായിട്ടും ഒക്കെ വരുന്ന ഒത്തിരി ബന്ധങ്ങളുണ്ട്. ബട്ട് ഡു യു ബിലീവ് ഇൻ ദാറ്റ്? ഒരു കല്യാണത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വെച്ച് കുറേ മാറ്റങ്ങൾ വരുത്തി അങ്ങനെ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളുടെ ചിറകുകളെ ഒന്ന് ഒതുക്കണം, അങ്ങനത്തെ ഒരു വിശ്വാസമുള്ള ഒരാളാണോ GP? അങ്ങനെ വന്നത് അൺഫോർച്ചുനേറ്റ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ വന്നേക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ ഞാൻ ചിറക് ഡബിളാക്കിക്കൊണ്ടിരിക്കുക. ഞാനിവിടെ എൻ്റെ ചിറക് മാത്രമല്ല അവളുടെ ചിറകും വലുതാക്കിയിട്ട്. എന്ന് വെച്ചാൽ തുടക്കത്തിലേക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഗോപുവിനൊക്കെ ഈ ഡെയറിങ് ടു ഡ്രീം എന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ളൊരു വ്യക്തിയായിരുന്നു. ആ ആള്, ഞാൻ എക്സാമ്പിൾസ് പറയുന്നില്ല, ബട്ട് അന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്ന ആൾ ഇന്നിപ്പോൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. Her dreams were like this before marriage. Now her dreams is like this. അത് എഫേർട്ട് എടുത്തിട്ട്, കാരണം എൻ്റെ ഡ്രീംസ് ഇങ്ങനെയാണ് ഇന്നും. അവിടേക്ക് എത്തിയിട്ടില്ല, ഞാൻ എത്തിക്കുമായിരിക്കും. പക്ഷേ വെതറായം ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടോ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ എൻ്റെ കോൺഫിഡൻസ്, എൻ്റെ ഡ്രീംസ് എന്നും ഹ്യൂജാണ്. ഞാൻ അത്രയും സ്വപ്നം കാണുന്നൊരു വ്യക്തിയാണ്. ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് ഒരുപാട് ട്രോള് വന്നിട്ടുള്ള ഒരു സംഭവം. സൂര്യ TV ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ലോങ് ജേർണി പോകാൻ, ഒരു റോഡ് ട്രിപ്പ് പോകാൻ ആരുടെ കൂടെ ആഗ്രഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അല്ലു അർജുൻ എന്നാണ്. അപ്പോൾ അതിനകത്ത് എന്നെ അങ്ങനെ വാരി വലിച്ച് കൊല്ലുന്നുണ്ട്. അപ്പോൾ അല്ലു അർജുൻ. പക്ഷെ ഐ ഡോണ്ട് കെയർ, ദാറ്റ് ഇസ് മൈ ആഗ്രഹം. എനിക്ക് അതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. ഞാൻ ഇന്നും അത് ധൈര്യത്തോടെ പറയും. സോ D4 ഡാൻസിൽ അല്ലെ, ഇത് ഞാൻ പറഞ്ഞത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ വൈകുണ്ഠപുരം. അപ്പോൾ D4 ഡാൻസിൽ ഒരു ഷോ, സെക്കൻഡ് മോനിഷ എന്ന് പറഞ്ഞൊരു കുട്ടി D4 ഡാൻസിലൊരു ആക്ട് നടത്തി. അപ്പോൾ അന്ന് സ്റ്റാർ ബേസ്ഡ് ആക്ടുകളാണ്. അന്ന് അല്ലു അർജുനായിരുന്നു. ആ കുട്ടി ഹൈദരാബാദിൽ നിന്നായിരുന്നു. സോ ഷീ വാസ് എ ഹാർഡ് കോർ ഫാൻ ഓഫ് അല്ലു അർജുൻ. ആ കുട്ടി അല്ലു അർജുനെ വെച്ചിട്ട് ആണ് ഫുൾ ഡാൻസ് കളിച്ചത്. അപ്പോൾ ആ ഡാൻസ് കഴിഞ്ഞ ഉടനെ ഞാനും പേളിയും കൂടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അല്ലു അർജുൻ സാറിനെ കാണണം, അല്ലെങ്കിൽ ആഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ ഒരു റിഗാർഡ്സ് എങ്കിലും അവിടെ എത്തിക്കണം. അപ്പം ഞാൻ ആ ഫ്ലോറിൽ നിന്ന് പറഞ്ഞു, ഞാൻ അല്ലു അർജുൻ്റെ കൂടെ എന്തെങ്കിലും അഭിനയിക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ, റിഗാർഡ്സ് പറയാം. അന്ന് തന്നെ അവിടെ എല്ലാവരും കൂടെ കൊന്നു, പ്രിയാജിയും മാസ്റ്ററും പേളിയും എല്ലാവരും കൂടെ കൊന്നു. പക്ഷേ ഐ ആക്ടഡ് ഇൻ, യു ഷുഡ് ബിലീവ് ദാറ്റ്. ആൾക്കാർ ഇപ്പോഴും എന്നെ കൊല്ലും. ഇപ്പം ഞാൻ വൈകുണ്ഠപുരത്തിന് ശേഷമാണ് ഈ ഒരു റോഡ് ട്രിപ്പ് ചെയ്യാൻ ആഗ്രഹം ആരുടെ കൂടെയാണ് ചോദിച്ചപ്പോൾ പിന്നെ അവർ കട്ട് ചെയ്തിട്ടത്, പിന്നെ ഒരു പണി കിട്ടിയത് അവിടെ വെച്ചാൽ പല ക്വസ്റ്റ്യനുകളിലും ഞാൻ ഉത്തരം പറഞ്ഞ് മിയുടെ പേരും പേളിയുടെ പേരൊക്കെയാണ് പല സാധനങ്ങൾക്കും. പക്ഷേ ഈ റോഡ് ട്രിപ്പിൻ്റെ പേര് അല്ലുവിൻ്റെ കൂടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ചില ആൾക്കാർ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവും. അല്ലുവിൻ്റെ കൂടെ ഞാൻ റോഡ് ട്രിപ്പ് എപ്പോഴും പോവാറുണ്ട് എന്നൊക്കെ ചിലപ്പോൾ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവും. വാട്ടെവർ, അതൊന്നും നമുക്ക് ബോദറേഷൻ ഇല്ല. പക്ഷേ ദിസ് ഇസ് ദ വേ ഐ ഡ്രീം. എൻ്റെ ആഗ്രഹങ്ങൾ എന്നും വലുതാണ്. ഇത് ചെറുപ്പം മുതലേ പുറത്ത് പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണ് ബൾബാവാറുണ്ട്. ഞാൻ എന്നും എൻ്റെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ അതിന് അഹങ്കാരമായിട്ട് ആൾക്കാർ തോന്നാറ്. എനിക്കത് ആത്മവിശ്വാസമായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. കിട്ടിയില്ലെങ്കിലും ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആവില്ല. പക്ഷേ എൻ്റെ ഫ്യൂവൽ അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചിറക് മുറിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല. ലൈക്ക് ഞാൻ എപ്പോഴും, ഇൻഫാക്ട് ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഗോപിക്ക് ഭയങ്കര ആളൊരു ആക്ട്രസ്സാണ്. എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ അഭിനയിച്ചു തുടങ്ങിയൊരു വ്യക്തിയാണ്. എന്നേക്കാൾ സീനിയർ ആളാണ്. പക്ഷേ ഭയങ്കര ക്രൗഡ് ഫോബിയ ഉണ്ട്, മീഡിയ ഫോബിയ ഉണ്ട്. ഒരു പാറ്റേൺ സാധനം അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ധൈര്യമില്ല. ഫോർ എക്സാമ്പിൾ, അവൾ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കും, സിനിമ ചെയ്തുകൊണ്ടിരിക്കും. ഈ ആക്ടിങ് എന്നുള്ളതല്ലാതെ. പക്ഷേ ഈ ആക്ടേഴ്സിന് ഇതിലും കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ട്. അത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ.
മുമ്പത്തെ എൻ്റെ പാസ് ഗ്ലോറി ആയിട്ടുള്ള D4 ഡാൻസിൻ്റെ മൈലേജ് വെച്ചിട്ട് ഇന്നും ഞാൻ 10 ബ്രാൻഡുകൾ സൈൻ ചെയ്യുന്നുണ്ട്. എല്ലാ ഓണത്തിനും ഞാൻ റെലവൻ്റായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഗോപികനെ പോലെ ഒരാൾ, ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഒരൊറ്റ ആഡാണ് ചെയ്തിട്ടുള്ളത്. എനിക്കത് ഭയങ്കര പൊട്ടൻഷ്യൽ ഒട്ടും യൂസ് ചെയ്യാത്തൊരു ഇതായിരുന്നു. പക്ഷേ ദ മൊമെൻ്റ് ഐ റിയലൈസ് ദാറ്റ് ഗോപിക ഈസ് ഓൺ, ലൈക്ക് അവൾക്കൊരു പുഷ് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഓക്കെയാണ്, അവൾക്കൊരു സപ്പോർട്ടാണ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അവൾ 4 ബ്രാൻഡുകളുടെ ഫേസാണ്. 12 ബ്രാൻഡുകളായിട്ട് ഓൾറെഡി നാഷണൽ ബ്രാൻഡുകൾ 6 അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ചിറക് വെട്ടുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. ഞങ്ങൾ ചിറക് പണിഞ്ഞ് വേറെ എന്തെങ്കിലും എന്തെങ്കിലും പിടിച്ചാലോ എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ആൻഡ് ഷീ ഈസ് ബാക്ക് ടു ഫിലിംസ്. അതും നമ്മുടെ എഫേർട്ട് തന്നെയായിരുന്നു. അഭിലാഷൻ എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയായിരുന്നു. സോ ആൻഡ് ഹെർ പോപ്പുലാരിറ്റി, ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്തപ്പോൾ എൻ്റെ നെറ്റ്വർക്കിക്കും ഗോപികയുടെ കഴിവും പോപ്പുലാരിറ്റിയും കൂടിയിട്ട് ഇറ്റ്സ് ജസ്റ്റ് അങ്ങനെയാണ്. അറ്റ് ദ റൈറ്റ് പീപ്പിൾ റൈറ്റ് മൊമെന്റ് സംഭവിക്കുമ്പോൾ ഷീ ഈസ് ഡൂയിങ് എ വെരി പ്രോമിനന്റ് റോൾ ഇൻ സുമതി റോൾ. അപ്പോൾ സുമതി വളവ് ഒരാളുടെ സ്വപ്നം മാത്രമല്ല, ഒരാളുടെ സ്വപ്നം ഇന്ത്യ 2 വെച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ കല്യാണത്തിന് ശേഷം, കല്യാണം കഴിഞ്ഞൊരു ഫസ്റ്റ് മന്ത് വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. കാരണം എനിക്ക് ഇയാൾ എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല. ഞാൻ ഒരിക്കലും ഒരാളുടെ മേലൊന്നും ഫോഴ്സ് ചെയ്യുന്നൊരു വ്യക്തിയല്ല. കാരണം എനിക്ക് അറിയാം, ഞാൻ സ്റ്റേജിലേക്ക് ആളുകളെ വിളിച്ച് കയറ്റുന്നൊരു വ്യക്തിയാണ്. ഒരാൾക്ക് ഷെയ്ക്കൻഡ് കൊടുക്കുമ്പോൾ എനിക്കറിയാം ഇയാൾക്ക് ഈ സ്റ്റേജിൽ നിൽക്കാൻ താല്പര്യമുണ്ടോ, ഇറങ്ങി ഓടാൻ താല്പര്യമുണ്ടോ, അത്ര വരെ ഞാൻ ജഡ്ജ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എനിക്കൊരു കൈ കൊടുക്കുമ്പോൾ അയാളുടെ സഭാകമ്പത്തിൻ്റെ ലെവൽ എനിക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അയാളുടെ കോൺഫിഡൻസ് ലെവൽ എനിക്ക് മനസ്സിലാവും. ഇത് വെച്ചാണ് ഞാൻ അയാളെ സ്റ്റേജിൽ 30 സെക്കൻഡ് നിർത്തണോ 2 മിനിറ്റ് നിർത്തണോ എന്ന് വരെ. കാരണം അത്രയും ഞാൻ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് ഞാൻ എപ്പോഴും. നിങ്ങളെ പേടിക്കണം, നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യല്ല. സോ ഐ ഗിവ് വാട്ട് ദേ വോണ്ട്. ഞാൻ കൈ കൊടുക്കുമ്പോൾ അയാളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഹീ ഈസ് ഹിയർ ഫോർ സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ഗിവ് ഹിം ദ ക്യാൻവസ്. ഞാൻ പുള്ളിയെ 2 മിനിറ്റാണ് പുള്ളി ആഗ്രഹിച്ച് വെച്ചാൽ ആ സ്റ്റേജിൽ ഞാൻ 5 മിനിറ്റിൻ്റെ കണ്ടന്റ് പുള്ളിക്ക് കൊടുക്കും. നേരെ മറിച്ച് കിടന്ന് വിറയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ ഞാൻ കംഫർട്ടബിൾ ആക്കിയിട്ട് അപ്പം തന്നെ ഞാൻ വിട്ടയക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഡു. ഐ ഡോണ്ട് ഫോഴ്സ് തിങ്സ് അപ്പോൺ പീപ്പിൾ. അങ്ങനെ ഒരു വ്യക്തി. അപ്പം ഞാനൊരു മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗോപിക്ക് ഇതൊക്കെ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ധൈര്യമാണില്ലായ്മ. ഈ ധൈര്യം നമുക്ക് കുറേ ഉണ്ട്, നമുക്ക് സംഭവം അല്ലാത്ത ധൈര്യം ആവശ്യത്തിലും കൂടുതലുണ്ട്. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആവശ്യത്തിലും കൂടുതൽ ധൈര്യമുണ്ട്. അതിങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഞാനാണ്. അപ്പോൾ ഇറ്റ് വർക്ക്. വിധിയെ പറ്റി പറയുന്ന ഒരു സമയത്ത് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം സിനിമ മോഹിയായ ഒരാൾ 8.25 സെക്കൻഡ് എന്ന് പറയുന്ന സിനിമയ്ക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് ചെല്ലുന്നു. അവിടെ നിന്ന് അവതാരകനാവുന്നു. മികച്ച അവതാരകനുള്ള സ്റ്റേറ്റ് അവാർഡ് 2 തവണ കിട്ടുന്നു. അപ്പോൾ ഇതൊന്നും ആഗ്രഹിച്ചതല്ല, യാദൃശ്ചികമായി ചെല്ലുന്നു, അവിടെ മിടുക്കനാവുകയാണ്. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ആ സിനിമ എന്ന് പറയുന്ന ഒരു യാത്രയാണ്. അപ്പോൾ വിധി എന്താണ് കാത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളൊരിത്, അല്ലെങ്കിൽ ഒരു ക്ലാഷ് പോലെ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് അവിടേക്ക് എത്താതെ വേറെ സ്ഥലത്ത് എന്തൊക്കെയൊക്കെയോ ആയിക്കൊണ്ടിരിക്കുന്നു, ഇവിടേക്ക് എത്തുന്നില്ല, അല്ലേ? ഇൻട്രസ്റ്റിംഗ്. എനിക്ക് തോന്നുന്നു ഇതുവരെ ഇങ്ങനൊരു ചോദ്യം വന്നിട്ടില്ല. ആൻഡ് അതൊരു ഫാക്റ്റാണ്. എന്ന് വെച്ചാൽ ഞാനൊരു സിനിമാ നടനാവണമെന്ന് തുടക്കം മുതലേ ആഗ്രഹിക്കുന്നു. അതാവാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു, അതിൽ നിന്ന് വേറെ എന്തൊക്കെയോ ഞാൻ ആവുന്നു. ഇവിടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു, GP ആവുന്നു, മറ്റേ സംഭവം ആവുന്നു, വ്ളോഗിങ് ഹിറ്റാവുന്നു, ബ്രാൻഡ് ഹിറ്റാവുന്നു, ഇവിടേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് എന്താ അറിയുമോ, ഇപ്പോൾ ഈ വിധി ഈസ് ലൈക്ക് എ ടാസ്ക് മാസ്റ്റർ, അല്ലെങ്കിൽ ഒരു നല്ല ഗുരുവാണ്. ഇപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് പൈലറ്റ് ആവാനാണ് ആഗ്രഹം എന്ന് വിചാരിക്കുക. അപ്പോൾ പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ LKG മുതൽ പരിപാടി നടത്തണം. ഒരിക്കലും ഞാൻ 5ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഡിഗ്രിയിലോ പൈലറ്റ് ആവാൻ പാടില്ല. യാത്രക്കാരെ ബാധിക്കും. ഞാൻ LKGയും UKGയും ഡിഗ്രിയും പരിപാടികളും കഴിഞ്ഞ് എൻജിനീയറിങ് കഴിഞ്ഞ് അതിൻ്റെ ട്രെയിനിങ്ങും കഴിഞ്ഞ് ഏവിയേഷനും കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. അപ്പം ഞാൻ എന്നും ഇവിടേക്കാണ് ഓടുന്നത്. മോനെ ഇത് നീ പഠിക്കുക, എന്നിട്ട് നീ ഇവിടേക്ക് വരാം. അപ്പോൾ ദ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഐ ഗോട്ട് ഇൻ ദ ലാസ്റ്റ് 10 years 15 years വാസ് സംതിങ് ഐ ഷുഡ് ഹാവ് ഗോട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ആക്ടർ ആവാൻ വേണ്ടിയിട്ട് അതിന് മുമ്പൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു നാടകം പോലും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരാൾക്കാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടത്തിൽ നായകനായിട്ട് വരുന്നത്. സോ ദർ ആർ സർട്ടൻ തിങ്സ് ഐ വാസ് സപ്പോസ് ടു ഗോ ത്രൂ ഓർ ടു ഗോ ത്രൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എനിക്കൊരു 10 കൊല്ലം 15 കൊല്ലത്തെ എക്സ്പീരിയൻസുകളുണ്ട്. ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ എനിക്ക് ഇനിയൊരു ജനറേഷൻ ഉണ്ടാവുക, ഇഫ് ദാറ്റ് പേഴ്സൺ വാണ്ട്സ് ടു ബി ഇൻ ഫിലിംസ്, എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടവർക്ക്. കാരണം എൻ്റെ ഒരു 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഇൻ ടു സിനിമ, അല്ലെങ്കിൽ എൻ്റെ ഒരു 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. സ്ട്രഗിൾ, ഇപ്പോൾ ആൾക്കാരെ അതിനിപ്പോൾ സ്ട്രഗിളാണോ ചോദിച്ചാൽ സ്ട്രഗിളാണ്, പക്ഷേ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഹവ് എക്വയർഡ്. ഞാൻ എൻജോയ് ചെയ്ത് ചെയ്താവും. ഞാൻ ഐ ഡോണ്ട് റിഗ്രറ്റ് എ ബിറ്റ്, നോട്ട് ഈവൻ 1 year ഇൻ ദിസ്. അപ്പോൾ ഈ ഒരു ട്രഷർ ബാങ്കിൻ്റെ ഇതിലുണ്ട്. പക്ഷെ ഇത്രയും പെട്ടെന്ന് അതൊരാൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എൻ്റെ ട്രഷർ ബാങ്ക് കുറച്ച് ഞാൻ ഗോപിക്ക് കൊടുത്തു തുടങ്ങിയിട്ടാ. അപ്പോൾ ഞാൻ ഒരിക്കലും ഞാൻ ആലോചിക്കുന്നു, ഞാൻ ഒരിക്കലും ഈ ഫീൽഡിൽ നിന്ന് ഒരാളെ കല്യാണം കഴിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഒരിക്കലും അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വിചാരിച്ച്
വെറുതെ അല്ലട്ടെ ഈ സ്റ്റാർ കിഡ്സിന് ഈ കാര്യങ്ങൾ എളുപ്പമാവുന്നത്. കാരണം സ്റ്റാർ കിഡ്സിന് കാര്യങ്ങൾ എളുപ്പമാവുന്നത് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ദേ ഹാവ് ദ മണി ആൻഡ് ദ കോണ്ടാക്ട്സ്. അവർക്ക് എളുപ്പമാവുന്നത് ദേ ഹാവ് എൻ എക്സ്പീരിയൻസ്. ഞാൻ 2008 ഈ സിനിമ തുടങ്ങുമ്പോൾ എൻ്റെ അച്ഛൻ ബാങ്ക് എംപ്ലോയിയും അമ്മ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറും BSNL. അച്ഛൻ ബാങ്ക് മാനേജറുമാണ്. ഇവർ രണ്ടുപേരും അവരുടെ ഫീൽഡിൽ ഗംഭീരം, പക്ഷെ അവർക്കും സിനിമ എന്താണെന്നറിയില്ല. സോ ഇറ്റ് ടുക്ക് മീ ഈ ലാസ്റ്റ് 10-15 ഇയേഴ്സിൽ ഞാൻ ഓരോ സമയത്തും ഇതാണ് സിനിമ ഐ ഹവ് ഗോട്ട് സംതിങ് ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഞാൻ കടന്നു പോകണമായിരുന്നു. ഇപ്പം ഞാനൊരു ബെറ്റർ ആക്ടറാണെന്ന് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ എനിക്ക് കോൺഫിഡൻസിൽ പറയാം, നിങ്ങളൊരു ക്യാരക്ടർ തരൂ, ഒരു ബേസിക് പെർഫോമൻസ് നിങ്ങൾ അതിൽ കണ്ടിരിക്കും. GP ഈസ് ആൻ അബവ് ആവറേജ് ആക്ടർ, ഒരു സംശയമില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ഹി ഹസ് ഗോൺ ത്രൂ ദിസ് 15 ഇയേഴ്സ്. ഇപ്പോഴും സിനിമയല്ല ഗോൺ ത്രൂ ചെയ്ത്, ഹി ഹസ് ഹാഡ് ആൻ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് വിധിക്കറിയാം that I should go through all this to have this. I should go through all this to have Gopika. I should go through all this to have Vaikunta Peramalu. ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞത് ഒരു സ്റ്റൈലിഷ് ഉത്തരമല്ല. ദാറ്റ് ഈസ് ദ ഫാക്ട്. അല്ലെങ്കിൽ ഞാൻ തകർന്നു പോടും. എൻ്റെ വീട്ടിൽ എന്നെ സ്ട്രഗിൾ ചെയ്യാതെ എന്നെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാമെന്നുള്ളതുകൊണ്ട് കാരണം മാത്രം എനിക്ക് 17 കൊല്ലം ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ സ്റ്റാർ കിഡ്സും ഇവിടെ സ്റ്റാർസാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഞാൻ, ഒരു സൂപ്പർ ഹിറ്റും ഇല്ലാതെ, ഇഫ് ഐ എം സ്റ്റിൽ റെലവൻറ്റ് ആൻഡ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് ഗിവിങ് യു ആൻ ഇൻ്റർവ്യൂ, അത് എൻ്റെ സ്ട്രഗിളാണ്. പക്ഷേ ഞാൻ അതിനെ സ്ട്രഗിൾ എന്നല്ല വിളിക്കുന്നത്, ഐ എൻജോയ് ഇറ്റ്. ഇപ്പോൾ എനിക്ക് 2 രീതിയിൽ ചിന്തിക്കാം. ഞാൻ മമ്മൂക്കയുടെ മകനല്ല, ഞാൻ ലാലേട്ടൻ്റെ മകനല്ല എന്ന് വിചാരിച്ച് എനിക്ക് വിഷമിക്കാം. പക്ഷേ ഞാൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ച് എനിക്ക് സന്തോഷിക്കുകയും ചെയ്യാം. സോ ദാറ്റ് ഈസ് നോട്ട് ദ ക്രൈറ്റീരിയ. ഇപ്പോൾ എനിക്കിപ്പോൾ അവിടെ സ്റ്റാർ കിഡ്സിനോട് അസൂയ തോന്നിയിട്ടും കാര്യമില്ല, എനിക്ക് എൻ്റെ അത്ര ഫെസിലിറ്റി ഇല്ലാത്ത ആൾക്കാരോട് പുച്ഛം തോന്നിയിട്ടും കാര്യമില്ല. ഇത് രണ്ടും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ ഓടുന്ന ഓട്ടം വേറെയാണ്. അവരോടുന്ന ഓട്ടത്തിൻ്റെ റൂട്ടേ അല്ല എൻ്റെ റൂട്ട്. ഇവരോടുന്ന റൂട്ടത്തിൻ്റെ അല്ല. ഇവരൊന്നും പാരഗ്ലൈഡിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്ന സാധനമാണ്. എക്സാക്ട്ലി, ദേ വിൽ നെവർ ഗെറ്റ് ടു എക്സ്പീരിയൻസ് വാട്ട് ഐ എക്സ്പീരിയൻസ് ഇൻ D4 ഡാൻസ്. ദുൽഖർ സൽമാന് പറ്റുമോ ഒരു കോമാളിത്തരം അങ്ങനെ ചെയ്യാൻ? പറ്റില്ല. അല്ല, ഇമേജ് എനിക്കിനി പറ്റില്ല. എന്തിനാ ദുൽഖർ സൽമാൻ? ബിക്കോസ് ഐ നീഡ് ടു ഇനിയൊരു ഡെക്കറം കീപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ പറയുന്ന സ്പേസിൽ എനിക്ക് പോകാൻ പറ്റില്ല. ഇനി GP എപ്പോഴും ഇങ്ങനെ നമ്മൾ എത്രയോ തവണ നേരിട്ട് മീറ്റ് ചെയ്തിരിക്കുന്നു. അല്ലാതും കാണുന്നവരെല്ലാം പറയും മുഴുവൻ നേരം ചിരിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന്. അപ്പം അങ്ങനെ ഉള്ള ഒരാളോട് ഞാൻ ചോദിക്കുകയാണ്, വൾണറബിൾ ആവുന്ന സമയത്ത് എങ്ങനെയാണ്? വൾണറബിൾ ആവാറില്ലേ? വൾണറബിൾ ആവാറുണ്ട്. ഞാൻ സെലിബ്രേറ്റ് ചെയ്യില്ല. എന്താ പ്രശ്നം എന്ന് അറിയാം? എനിക്കുള്ളൊരു സംഭവം എന്താ വെച്ചാൽ, എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. വെറും തിങ്കിങ് അല്ല. ഇപ്പം നമ്മൾ പറയുന്നത്, ഞാൻ എന്ത് പറയുമ്പോഴും ഒരു സ്റ്റോറി ടെല്ലറാണ്. എനിക്ക് എന്തിലും എക്സാജറേഷൻ വരും. ഇപ്പോൾ കുട്ടിക്കാലത്ത് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് പറയുന്നത്, ഇവൻ കാണുന്ന പൂരം നമ്മൾ കാണുന്ന പൂരം ഒന്നുമല്ല, ഒരേ പൂരമായിരിക്കും, പക്ഷെ ഇവൻ പറഞ്ഞ് വർണ്ണനയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല അവിടെ എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ആന ഉണ്ടായിരുന്നു, ആ സാധനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ പോയി നോക്കുമ്പോൾ ഇത് 2 ആനയിലുള്ളൂ. പറഞ്ഞു അതെ. അപ്പം ഞാൻ കാണുന്നതിന് എന്തും എനിക്കൊരു എലമെൻറ്റ് ഓഫ് എക്സാജറേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് വരും. ഇത് ഇമോഷൻസിലും അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, അത് ഞാൻ ഉള്ളിന്ന് പറയാം, ഞാൻ എക്സൈറ്റ്മെൻറ്റോട് കൂടി പറയാം, ഇങ്ങനെയാണ് എൻ്റെ ലൈഫിൽ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നില്ല, ഞാൻ ആ സമയത്ത് എൻജോയ് ആയിരുന്നു. നേരെ മറിച്ച് ഇത് തന്നെയാണ് സംഭവിക്കുക ഞാൻ എൻ്റെ വൾണറബിൾ ഇമോഷൻ ഒരാളുടെ അടുത്ത് പറയുമ്പോൾ. അതുകൊണ്ട് ഞാനിതൊരിക്കലും ഷെയർ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ, ഇപ്പം നിങ്ങൾക്കൊക്കെ ഓവർ തിങ്കിങ് ഉണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളുടെ ഓവർ തിങ്കിങ് ഇൻറ്റു 50 ഉള്ള കഴിവുണ്ട്. ഈ സാധനത്തിന് എനിക്കൊക്കെ ഡിപ്രഷനിലൊക്കെ പോകാൻ ചിലപ്പോൾ വളരെ ഈസി ആയിരിക്കും. കാരണം അതൊക്കെ അത്ര അടിപൊളിയായിട്ട് ഇത്ര പോകുന്നൊരു സാധനത്തിനെ മോശമാക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് ഐ ഡോണ്ട് സ്പെൻഡ് മച്ച് എനർജി ദെയർ. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഒരാളായിട്ട് സോൾവ് ചെയ്യില്ല, അല്ല ഒരാളായിട്ട് ഷെയർ ചെയ്യില്ല. ഐ ഡോണ്ട് ഗിവ് എനർജി ഇൻ ടു ഇറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വരുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയി നമ്മളാകെ വൾണറബിലിറ്റി ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല, ഞാനിതിനെ മാസ്ക് ചെയ്യുന്നതാണ്, ഞാനിതിനെ അധികം പ്രൊലോങ് ചെയ്യാത്തതാണ്. എനിക്ക് സങ്കടം വരുന്ന സമയമുണ്ട്, എനിക്ക് ഡിസപ്പോയിൻമെൻറ്റ് വരുന്ന സമയമുണ്ട്, ഇറിറ്റേഷൻ വരുന്ന സമയമുണ്ട്, ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ടെൻഷൻ വരുന്ന സമയമുണ്ട്. ആങ്സൈറ്റി ടെൻഷൻ ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പരിപാടി എന്തറിയോ? എന്തായിരിക്കും? പോയി കിടന്നുറങ്ങും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഷട്ട് ഡൗൺ ആവും. എന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഇമോഷൻസ് കുറച്ചും കൂടെ സെൻസിബിൾ ലെവലാണ്. മറ്റേ എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല, ഞാൻ എടുക്കുന്ന ഡിസിഷൻസിനൊന്നും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, പുതച്ച് മൂടി അങ്ങ് കിടന്നുറങ്ങും. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഉള്ളിലൊരു ഹെവിനെസ് തോന്നും. അപ്പോൾ ഞാൻ ആലോചിക്കും, എന്തിനാ അപ്പോൾ എനിക്ക് ഹെവി തോന്നും? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ, അതെന്താ പ്രശ്നം? ഞാൻ ആലോചിച്ച് തുടങ്ങും കുറച്ചും കൂടെ. അവിടെ പിടിക്കണം. ആ ഹെവിനെസ്സിൽ നമ്മൾ പിടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇത് നമ്മളെ ഈ മറ്റേ ചൂണ്ടയിൽ കുടുങ്ങിയ സാധനം പോലെയാണ്. എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്കൊരു സെക്കൻഡ് കിട്ടും,
ആ സെക്കൻഡ് കഴിഞ്ഞിട്ട് ഹെവിനെസ് വരിക. ഈ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോൺഷ്യസ് മൈൻഡിലേക്ക് വരിക, അത് കഴിഞ്ഞാൽ ഒരു ഹെവിനെസ് വരും. ഹെവിനെസ് വരുമ്പോൾ നിങ്ങൾ പിടിക്കണം, എന്നിട്ട് അനലൈസ് ചെയ്യണം. അല്ലെങ്കിൽ ഇമോഷൻ ഭൂം എന്ന് പറഞ്ഞ് നിങ്ങളെ വീണ്ടും പഴയ സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. ഇതൊക്കെ ഒറ്റയ്ക്ക് ആലോചിച്ച് കണ്ടുപിടിച്ച ചില സാധനങ്ങൾ എപ്പോഴും വർക്കാവണമെന്നില്ല. പക്ഷേ ഈ ഇമോഷൻ എന്നെ പിടിച്ചു കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാൻ അവിടെ പിടിക്കും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതൊക്കെ ഓരോ സമയത്ത് ഓരോ പോലെ. പക്ഷേ ഹാപ്പിനെസ് അങ്ങനെയല്ല, അതിങ്ങനെ ഒരുപാട് പേരോട് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ എൻജോയ് ചെയ്യും, യാത്ര ചെയ്യും, അതായിരുന്നു. പക്ഷേ ഇത് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു സമയം മാത്രമാണ് ഞാനിങ്ങനെ ഹാപ്പിയാണെന്നുള്ളത് എനിക്കൊരു പാരയായിട്ടുള്ളത്. കല്യാണാലോചന വന്ന സമയത്ത് എൻ്റെ അടുത്ത് ഗോപിക പറഞ്ഞത്, ഗോപികയായിട്ട് ഞാൻ അപ്പോൾ എനിക്ക് ഓക്കെ ആണെന്ന് ഗോപിക തോന്നി. ഗോപിക എസ് പറയുന്നില്ല ഇനീഷ്യൽ സ്റ്റേജിൽ. അവളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഫേക്ക് ചെയ്യാണ്, ഇയാൾ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്, ഇയാൾ എപ്പോഴും ഭയങ്കര സ്വീറ്റായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഞാനിരുന്ന് ആലോചിച്ചു, ഞാൻ വൾണറബിലിറ്റി കുറച്ചും കൂടെ എന്തപ്പോൾ ചെയ്യതിന്. അവസാനം ഞാൻ ഗോപിയുടെ അടുത്ത് പറഞ്ഞു, ഗോപി ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ട്രെയിറ്റാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. സങ്കടം വരും. ഒരു കൊല്ലം എടുത്തു അവൾക്ക് മനസ്സിലാവാൻ ഇത് അഭിനയമല്ലാന്ന്. പിന്നെ ഉള്ള പ്രശ്നം അതിലേറെ പ്രശ്നമായിരുന്നു. ഇതൊക്കെ ഗോപിക പറയേണ്ട, ഞാൻ പറയേണ്ടതല്ല. ഇത്രയും ഹാപ്പി ഒരാളുടെ ലൈഫിലേക്ക് ഞാൻ എങ്ങനെ ചെല്ല, എനിക്കിത് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു താരതിനെ കുറിച്ചൊന്നും ബോധറിയണ്ട, ഞാൻ ഇങ്ങനെ ഹാപ്പി ആയിട്ടുള്ള ഒരാളുടെ ലൈഫിലേക്ക് ഞാൻ പോയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് ബോധറിയണ്ട, ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും. അപ്പോൾ അവൾ പറയാം അതെന്നെ പ്രശ്നം. ഇവിടെ എൻ്റെ അടുത്ത് പ്രാവശ്യം വാൺ ചെയ്തിട്ടുണ്ട്, ടെൻഷൻ ഉണ്ടാകുമ്പോഴോട്ടെ കിടന്നുറങ്ങിയ. ഞാൻ പറഞ്ഞു വേറെ എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ മെത്തേഡ്സ്. പക്ഷെ അത് സ്ട്രഗിൾ ചെയ്ത് ഉണ്ടാക്കി. ലൈക്ക് ഐ ഹാഡ് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്തായിരുന്നു വെച്ചാൽ, ഞാൻ ജനിച്ചപ്പോൾ അങ്ങനെയായിരുന്നു, എൻ്റെ അപ്ബ്രിങ്ങിങ്ങിനും അങ്ങനെയായിരുന്നു. എൻ്റെ ഇതെന്തായിരുന്നു വെച്ചാൽ, ഇത് ഞാൻ മനസ്സിലാക്കിയ കാലം മുതൽ ഞാനിത് ശീലിച്ചു തുടങ്ങി. യു കനോട്ട് ഡൂ ദിസ് ഇൻ 5. ഇത് കേട്ടിട്ട് ഒരാൾക്കും അടുത്ത പോലെ ഇത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് എഫേർട്ട് ഇട്ടിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പരിപാടി അത്. ശീലമായി കഴിഞ്ഞാൽ പാടില്ല, അത് എളുപ്പമാണ്. കാരണം എത്രയോ കാലത്തെ എഫേർട്ടാ. ജിപിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ജിപിക്ക് ഈസി ആയിട്ട് ഈ ഫീൽഡിലോട്ട് വരാനും ഇത്രയും എക്സ്പ്ലോർ ചെയ്യാനും സാധിച്ചത് വെൽ സെറ്റപ്പ് ജിപിക്ക് അതിന് പിന്നിലുള്ളതുകൊണ്ടാണ്. അതായത് ജിപിയുടെ ഫാമിലിക്ക് ദേ കുഡ് അഫോർഡ്, ജിപി എന്ത് പറഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ അഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു പലപ്പോഴും പറയുന്നതാണ്, അങ്ങനെ ഒരു സ്ട്രഗിൾ ജിപിയുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്ന്. ഞങ്ങൾ കാണാത്തൊരു സ്ട്രഗിൾ ജിപിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇല്ല, ഞാനിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞാൻ സ്ട്രഗിൾ ചെയ്യില്ല. ഐ നെവർ ബിലീവ് ഇൻ സ്ട്രഗിൾസ്, ഐ എൻജോയ് ദോസ് പ്രോസസ്. എനിക്ക് 2016 മുതൽ 2018 വരെ പ്രേതം എന്നുള്ള സിനിമ കഴിഞ്ഞ് ഞാൻ കീ എന്നുള്ള സിനിമ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ സിനിമ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് ജയലളിത മാഡം മരിച്ചു, നോട്ട് നിരോധനം, ഇതൊക്കെ ആയിട്ട് പടം ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയില്ല. 2 കൊല്ലം ഞാൻ വീട്ടിലിരുന്നു. നെവർ സ്ട്രഗിൾഡ്. ഞാൻ എൻ്റെ 2020 എൻ്റെ ബിഗ്ഗസ്റ്റ് റിലീസ് ആല വൈകുണ്ഠപുരമലു ജീവിതത്തിൽ കിട്ടിയത് ജാനുവരി 12 പടം ഇറങ്ങി ബ്ലോക്ക് ബസ്റ്ററായി. ഫെബ്രുവരിയിൽ ഞാൻ 3 പടങ്ങൾ സൈൻ ചെയ്തു, ഇൻക്ലൂഡിങ് 1 ക്യാരക്ടർ വെയർ ഇവിടുത്തെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്, ഇന്ത്യ മുഴുവൻ അറിയുന്നത്. അവരുടെ അത് ഫീമെയിൽ ഓറിയൻറ്റഡ് പടമായിരുന്നു. അവരുടെ പെയറായിട്ട് ഞാൻ സൈൻ ചെയ്തു. 3 പടവും സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മാർച്ച് 2022 ലോക്ക്ഡൗൺ ആയി. എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല 6 ആഴ്ച. ആ 3 പടം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഐ നെവർ സ്ട്രഗിൾഡ്. ഇന്ന് GP എന്താണോ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല, പക്ഷെ ഐ നെവർ സ്ട്രഗിൾഡ്. GPക്ക് സെറ്റപ്പ് ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ഐ എം വെരി ഫോർച്ചുനേറ്റ്, എന്നെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ. എനിക്ക് വീട്ടിലേക്ക് ഇതുവരെ ഒരു കാശും കൊടുക്കേണ്ടി വന്നിട്ടില്ല, വീട്ടിൽ അതിൻ്റെ ഒരു ആവശ്യവും വന്നിട്ടില്ല. എൻ്റെ ആവശ്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു പരിധി വരെ ഞാൻ കാശ് വാങ്ങിയിരുന്നൊരു ടൈമും ഉണ്ടായിരുന്നു. പക്ഷേ എഗെയിൻ ഐ വാസ് വെരി വെരി ഫോർച്ചുനേറ്റ്. D4 ഡാൻസ് കഴിഞ്ഞപ്പോൾ എനിക്ക് റവന്യൂ എന്നുള്ളത് എനിക്ക് തന്നെ സ്വയം ഉണ്ടാക്കാനുള്ള സ്പേസ് ഞാൻ തന്നെ കണ്ടെത്തി. ഇപ്പോഴും എൻ്റെ റവന്യൂ സോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാർക്കൊരു പിടുത്തം കിട്ടില്ല. പക്ഷേ എവറി ടൈം ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കുമ്പോൾ എവറി ടൈം ഇറ്റ്സ് ഓൺ എ ബെറ്റർ സ്റ്റേജിലാണ് ഞാൻ എല്ലാ കൊല്ലം. ഞാൻ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്തത് 2021 വീട്ടിലിരിക്കുമ്പോഴാണ്, ലോക്ക്ഡൗൺ ടൈം. അതെ, എൻ്റെ IT എൻ്റെ ഓഡിറ്റിംഗ് ചെയ്യുന്ന CA പറഞ്ഞതാ, നിങ്ങൾ കാരണം ഐ ഫൗണ്ട് വേസ് ഫോർ ദാറ്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അന്ന് ഡിപ്രസ്ഡ് ആവായിരുന്നു. 3 പ്രൊജക്റ്റാണ് തെലുങ്കിൽ പോയത്. എന്നിട്ട് അങ്ങനത്തെ ഞാൻ യൂട്യൂബ് ചാനലാണ് തുടങ്ങുന്നത്. ഐ കുഡ് ഹവ് ഗോൺ ടു ഡിപ്രഷൻ. ഞാൻ അന്ന് ഹാപ്പിനെസ് പ്രൊജക്റ്റ്, GP സ്റ്റോറീസ്, എൻ്റെ ഉള്ളിൽ ഏറ്റവും ക്രിയേറ്റിവിറ്റി ഞാൻ ആസ്വദിച്ച സമയമാണ്. എനിക്ക് ആസ് എ കണ്ടൻറ് റൈറ്റർ, ആസ് എ സ്റ്റോറി ടെല്ലർ
എല്ലാ ദിവസവും ഞാൻ എൻജോയ് ചെയ്ത് രാവിലെ എഴുന്നേൽക്കുന്ന ദൈവമേ നാളെ എന്ത് തേങ്ങ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പരിപാടി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഡേ വീണ്ടും ലോക്ക്ഡൗൺ വരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി യൂട്യൂബ് ചാനൽ ഓടുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര പോകുമ്പോൾ മാത്രമേ വ്യൂവർഷിപ്പ് വരുന്നുള്ളൂ, പിന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. സെക്കൻഡ് ലോക്ക്ഡൗൺ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അടുത്ത ദിവസം മുതൽ ഞാൻ വീട്ടിലാണ് അഗെയിൻ, എനിക്ക് ഇനി കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അന്ന് ഞാൻ യൂട്യൂബ് എടുത്തിട്ട് അനൗൺസ് ചെയ്തതെന്ന് വെച്ചാൽ നാളെ മുതൽ നമ്മൾ ഡെയിലി വ്ളോഗുകൾ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടിരുന്നു. എന്നിട്ട് ഞാൻ മേലോട്ടൊക്കെ ഇരിക്കുക, നാളെ മുതൽ എന്ത് വെച്ച് ഡെയിലി വ്ളോഗ് വീട്ടിൽ വെച്ചിരിക്കും. പിന്നെ വീട്ടിലെ പൂച്ചയും പൂന്തോട്ടവും പട്ടിക്കുട്ടിയും ചെടിച്ചട്ടിയും വെച്ച് ഞാൻ വ്ളോഗ് ചെയ്യാണ്. 101 days ഞാൻ എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് സ്വയം വീഡിയോ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്തു. 101 days. അത് ഒരാളെയും പ്രൂവ് ചെയ്യാനല്ല, എനിക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കഴിഞ്ഞ് ലോക്ക്ഡൗൺ ഒക്കെ പറഞ്ഞ് എനിക്ക് ബംഗാരാജു എന്നുള്ള തെലുങ്ക് സിനിമയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങി. പക്ഷെ ഞാൻ പരിപാടി നിർത്തിയില്ല. 101 ദിവസം ഞാനത് ചെയ്തു. ഐ നെവർ സ്ട്രഗിൾഡ്. ഐ ലവ്ഡ് എവറി മൊമെൻറ്റ് ഓഫ് ഇറ്റ്. ഐ ലവ്ഡ് എവറി മൊമെൻറ്റ് ഓഫ് ദോസ് ടൈംസ്. അപ്പോൾ എനിക്കറിയില്ല അങ്ങനെ there were times when things turned out in that way. I never struggled. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ഹിറ്റില്ല. ഞാൻ 10 കൊല്ലമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ഹിറ്റ് കൊടുത്തിട്ടില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ റെലവൻ്റ് ആയിട്ടുള്ള സംഭവമില്ല. പുറത്തു നോക്കുമ്പോൾ GP ഈസ് ഇൻ എ സ്ട്രഗ്ലിംഗ് സ്റ്റേജ്. ഐ നെവർ സ്ട്രഗിൾഡ്. നോട്ട് ബിക്കോസ് ഐ ഹാവ് സമ്മൺ ടു ഓൾവേസ് പമ്പ് ഇൻ മണി. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ അച്ചീവ് ചെയ്തിട്ടുള്ള ഒന്നും പുറത്തുനിന്ന് മീൻസ് വീട്ടുകാരുടെ സപ്പോർട്ട് അങ്ങനെയല്ല. ഐ ഓൾവേസ് ഫൈൻഡ് വേസ്. അത് കുട്ടിക്കാലം മുതലേ ഉള്ളൊരു ഈശ്വരാനുഗ്രഹമായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ മുതലുള്ളൊരു സംഭവം. എങ്ങനെയെങ്കിലും ഞാൻ തിരിഞ്ഞും മറിഞ്ഞും പരിപാടികൾ 4 കാലിൽ വീണ്. കാരണം എനിക്ക് എല്ലാത്തിലും ഒരു ആവറേജ് ടാലൻ്റ് ഉണ്ട്. ഐ എം എൻ ആവറേജ് ഡാൻസർ, ഐ എം എൻ ആവറേജ് സിംഗർ, ഐ എം എൻ ആവറേജ് സ്റ്റോറി ടെല്ലർ, ഐ എം എൻ ആവറേജ് ആക്ടർ, ഐ എം എൻ ആവറേജ് ആങ്കർ. ദ മൊമെൻറ്റ് ഐ പുട്ട് എൻ എനർജി ഐ ബിക്കം എബവ് ആവറേജ്. കുറച്ചും കൂടെ എനർജി ഇട്ട് കഴിഞ്ഞാൽ ഐ ബിക്കം എക്സെപ്ഷണൽ. പക്ഷേ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതെല്ലാം ഞാനാണെന്നുള്ളതുകൊണ്ട് എനിക്കിത് എവിടെ നിൽക്കണം എന്ന് എനിക്കിപ്പോഴും അറിയില്ല. യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു GB ചേട്ടനെ കൊണ്ട് യൂട്യൂബ് പറ്റൂല എന്ന്. അപ്പോൾ ട്രെൻഡിങ് നമ്പർ 1 12 14 വീഡിയോസ് 1 million ക്രോസ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയപ്പോഴാണ് ഞാൻ പിന്നെ ആ സാധനത്തിൽ ഒന്ന് കൈവിട്ടത്. ഡാൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ D4 ഡാൻസിൽ പറഞ്ഞു നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ D4 ഡാൻസിൽ ഞാൻ മൂൺ വാക്ക് വരെ ചെയ്യുന്ന ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ ഡാൻസ് വിട്ടത്. പക്ഷെ നല്ല പണിയുണ്ട്. കാരണം ഐ എം വെരി ആവറേജ് ഇൻ ദാറ്റ്. അതിനായിട്ട് ഞാൻ മെനക്കെടുന്നുണ്ട്, ഞാൻ തലകുത്തി മറിയുന്നുണ്ട്. ഇത് തന്നെയാണ് ആക്ടിങ്ങിലും സംഭവിച്ചത്. ഐ എം എ വെരി ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആക്ടറായിരുന്നു. പക്ഷേ കീ മുതൽ ഞാൻ എഫേർട്ട് ഇടുമ്പോൾ ഇപ്പോൾ ഓഫ് ലൈറ്റ് എൻ്റെ പടങ്ങളൊന്നും അധികം ഹിറ്റ് ആവാത്തതുകൊണ്ടാണ്. പക്ഷേ മനോരാജ്യം എന്ന സിനിമ പോലും ഹിറ്റല്ല. പക്ഷേ ഇഫ് യു ഗോ ആൻഡ് വാച്ച് ദറ്റ് ഫിലിം യു വിൽ സീ ദറ്റ് പെർഫോമർ GPയുടെ പെർഫോമൻസിൽ അതിനകത്തൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റും. അത് എഫേർട്ട് ഇടുന്നതുകൊണ്ട് തന്നെയാണ്. അത് എല്ലാത്തിലും അതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ ബാക്കിംഗ് ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങൾ ലൈഫിൽ സെറ്റ് ആവില്ല. You have to have a different attitude to win in life. That is the thing. Like അങ്ങനെയാണ് ഞാൻ ഇത്രയും കാലം സർവൈവ് ചെയ്ത്. അല്ലെങ്കിൽ എനിക്ക് ഡിപ്രഷനിൽ പോകാൻ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ടായിരുന്നു. ഞാനതൊന്നും എടുത്തില്ല, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇനി എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഡിഫൈൻ മെൻ ഇൻ ലവ്. പ്രണയത്തിൽ ആകുന്ന ഒരു ആണ് മാത്രമാണ് ആ ആണിനെ സ്വയം തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എ റിയലൈസേഷൻ മൊമെൻറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഹിംസെൽഫ്. ഞാൻ എന്നെ കൂടുതൽ മീൻസ് ഒരാളെ പ്രണയിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അപ്പോഴാണ് യു റിയലൈസ് ദാറ്റ് യു സ്റ്റിൽ ക്യാൻ ബി എ ലോട്ട് മോർ ഈസിയർ, ലോട്ട് മോർ ഹാപ്പിയർ, ലോട്ട് മോർ സെലിബ്രേറ്റീവ് എന്നുള്ള സാധനം നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുക ചെയ്യും. നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ ദാറ്റ് ലവ് ഇസ് ഇൻസൈഡ് യു അല്ലേ. പ്രണയത്തിലാവുമ്പോൾ ഇപ്പം എന്തിനാണെങ്കിലും ഇപ്പം എനിക്ക് തന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലാണ് ആ നല്ല ഫീലിംഗ്, തൻ്റെ ഉള്ളിലല്ല. സോ പ്രണയത്തിലാവുന്ന ഒരു പുരുഷൻ എന്ന് പറയുന്നത് ഹീ വിൽ ബി ലൈക്ക്, പ്രണയത്തിലാവുന്ന പുരുഷനല്ല, പ്രണയത്തിലാവുന്ന എല്ലാവരും വുഡ് ബി വെരി ഹാപ്പി സോൾസ്. ചില ആൾക്കാർ പറയില്ലേ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരെ കാണുമ്പോൾ നിൻ്റെ മുഖത്തൊരു ഗ്ലോ ഉണ്ടല്ലോ, ഭംഗി കൂടിയല്ലോ. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് ഈ പ്രണയത്തിലാവുന്നതിനെ കുറിച്ചുള്ളൊരു കാര്യം പറയും. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കാമെന്നിരിക്കും. നമ്മൾ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഒരാൾ വന്ന് തോണ്ടുന്നത് നമുക്ക് ഇഷ്ടമല്ല, തോണ്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയമാണ്, പ്രണയത്തിലാണ്, യു ആർ ഇൻ ലവ്, എവറിത്തിങ് അറൗണ്ട് ഇസ് ബ്യൂട്ടിഫുൾ. ഒരാൾ വന്ന് തോണ്ടിക്കഴിഞ്ഞാൽ പറയുന്നത് തോണ്ടരുത് കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല, നിങ്ങൾ ഇറിറ്റേറ്റഡ് ആയി നിൽക്കാന്ന് വിചാരിക്കുന്നു. ഇതേ ആൾ വന്ന് തോണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ശബ്ദം അവിടെ കേൾക്കുക ടേന്നും പറഞ്ഞിട്ട്. സോ ബി ഇൻ ലവ്. എനിക്കൊക്കെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഐ എം ഓൾവേസ് ഇൻ ലൈഫ്. ലവ് എന്നല്ല, ഞാൻ എപ്പോഴും എക്സൈറ്റഡ് അബൌട്ട് സംതിങ് ആണ്. അപ്പോൾ
എനിക്കിതൊരു ഫ്യൂവലായിരുന്നു. ഗോപികയും കൂടി ലൈഫിലേക്ക് വന്നോട് കൂടിയിട്ട് അതാ ഞാൻ പറഞ്ഞ ഐ എം ഹാപ്പിയർ നൗ എന്ന് പറഞ്ഞ. കാരണം എന്ന് വെച്ചാൽ വൺ മോർ റീസൺ ആയി. സോ എ മാൻ ഇൻ ലവ് ഈസ് ഓൾവേസ് വെരി പവർഫുൾ. അതാ സെൽഫ് റിയലൈസേഷനാണ് പുള്ളിക്ക്. അപ്പോഴാണ് പുള്ളിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാവുക, പുള്ളിയുടെ കാര്യങ്ങൾ മനസ്സിലാവുക. ഫ്രിക്ഷൻ കുറയും ജീവിതത്തിൽ പ്രണയം ഉണ്ടെങ്കിൽ. കാര്യങ്ങൾ അത് ഒരേ സിറ്റുവേഷനെ ഒരേ ആൾ രണ്ട് രീതിയിൽ, ഇത് ഒരു കാര്യത്തിലല്ല, ഇത് എല്ലാ കാര്യത്തിലും. നിങ്ങൾ ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് നിൽക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിൽക്കുന്ന ഇറിറ്റേറ്റഡ് ആയിട്ട് നിന്ന് തോണ്ടിയ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിൽക്കുന്നതിനേക്കാൾ എഫിഷ്യൻ്റായിട്ടും ബെറ്ററായിട്ടും നിങ്ങൾ ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിൽക്കുമ്പോൾ ഹാൻഡിൽ ചെയ്യും. അതൊരു സ്ത്രീയോട് തോന്നുന്ന പ്രണയം മാത്രമല്ല, ബി ഇൻ ദറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ദ വേ യു ഡീൽ, നിങ്ങളുടെ ലൈഫ് ഡീൽ ചെയ്യുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. 30കൾക്ക് ശേഷമാണ് വിവാഹത്തിലേക്കും പ്രണയത്തിലേക്കും എത്തുന്നത്. അപ്പം അതിന് മുന്നേയുള്ള ഒരു സിംഗിൾ ലൈഫ് നന്നായിട്ട് ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ്, അടിച്ചു പൊളിച്ച് ആഘോഷിച്ച ഒരാളാണ്. അപ്പം ആളുകൾ ഒരുപാട് ആരാധകരുണ്ടായിട്ടുണ്ട്, ഇഷ്ടം പറയുന്നവരുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്വന്തമായി തനിയെ ജീവിച്ച് സ്വന്തം ഇൻഡിപെൻഡൻസ് ഒരുപാട് ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്വന്തമായ ഒരു സ്റ്റാൻഡും ബൗണ്ടറിയും എല്ലാം ഉള്ള ഒരു സമയത്താണ് കല്യാണത്തിലേക്ക് വരുന്നത്. അപ്പോൾ പുതിയൊരാളെ ജീവിതത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഈ ഒരു ബൗണ്ടറി എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ഒരാൾ വരികയാണ്. അപ്പം ഹൗ വാസ് ഇറ്റ് ആ 30കൾക്ക് ശേഷമുള്ള ഒരു യാത്ര, കല്യാണം എല്ലാം? ബൗണ്ടറി ബ്രേക്കിംഗ് അല്ല, ബിലീവ് ഇറ്റ് ഓർ നോട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ കൂടുതൽ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കല്യാണത്തിന് ശേഷമാണ്. അത് ഗോപികാരനാണ്. അല്ലെങ്കിൽ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ദിവ്യ പിള്ളയാണെങ്കിലും ദിയ ആണെങ്കിലും ജീവയാണെങ്കിലും ഒക്കെ പലപ്പോഴും പറയാറുണ്ട്, കാണുമ്പോൾ ഇവർ ഭയങ്കര സ്നേഹമാണ്, പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വിവരമില്ല, കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനത്തെ ഒരു സ്വഭാവം. മീൻസ് വളരെ റെഗുലറായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു. മീയൊക്കെ പലപ്പോഴും ഒഫൻഡഡ് ആവുന്ന സംഭവം. എൻ്റെ ചില സംഭവങ്ങളൊക്കെ അവൾ അറിയുന്നത് ന്യൂസിലൂടെയാണ്. എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് വാൺ ചെയ്തിട്ടുണ്ട്, നിന്നെക്കുറിച്ചുള്ള നിൻ്റെ മേജർ കാര്യങ്ങൾ ഞങ്ങൾ പത്രത്തിൽ നിന്നോ സോഷ്യൽ മീഡിയയിൽ നിന്നോ അറിയാൻ പാടില്ല, നീ പറയുക എന്നുള്ളൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളൊരവസ്ഥയാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഏറ്റവും കൂടുതൽ കോൺടാക്റ്റ് ഗോപികയാണ്. അവരായിട്ട് റെഗുലറായിട്ട് മെസ്സേജ് ചെയ്യും കാര്യങ്ങൾ. അതൊരു പാര്യം കൂടിയാണ്. ഇപ്പോൾ അവൾ സുമതി വളവ് ചെയ്യാൻ പോകുമ്പോൾ അവൾ എന്തിനാ എൻ്റെ ഫ്രണ്ട്സിനെ മുത്തറിയിക്കുന്നത്, ഞാൻ ഇങ്ങനെ സിനിമ ചെയ്യാൻ പോകട്ടെന്ന്. അപ്പോൾ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പോലും അവൾ ചെയ്യുന്നുണ്ട്. സോ ഇൻ ദാറ്റ് വേ അത് കൂടുതൽ അങ്ങനൊരു രീതിയിൽ അത് എൻറിച്ച്ഡ് ആവുകയാണ് ചെയ്തത്. ബട്ട് അതർവൈസ് ഓൾസോ പക്ഷേ ഒരു ഡിഫറൻസ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പേഴ്സണലി എടുത്തൊരു തീരുമാനം കൂടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പാറിപ്പറന്ന് നടക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ എന്നെ ഒരുപാട് സൗഹൃദങ്ങൾ, സുഹൃത്തുക്കളായിട്ടുള്ള യാത്രകൾ, എപ്പോഴും ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് കണ്ടൻറ്റുകൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റ് 1.5 years ആയിട്ട് ഞാൻ പേർപ്പസ്ലി ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഗോപിയുടെ കൂടെ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഗോപികയെ നേരത്തെ അറിയണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു സൗഹൃദം പങ്കിട്ടിരുന്ന ആൾക്കാരല്ല, ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ് പോലും ഇല്ല. അപ്പോൾ ഈ അറേഞ്ച്ഡ് മാരേജിൻ്റെ ഭാഗമായിട്ട് പരിചയപ്പെട്ടതാണെന്നുള്ളതുകൊണ്ടും കല്യാണത്തിന് മുമ്പ് പ്രണയം ഒട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടും കല്യാണം കഴിഞ്ഞിട്ടാണ് ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. ടു ബി വെരി പ്രിസൈസ്, നേപ്പാളിൽ ഞങ്ങൾ ഫസ്റ്റ് ഹണിമൂൺ ട്രിപ്പ് പോയി. അവിടുന്ന് മുതലാണ് ഞങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. അവിടുന്ന് മുതലാണ് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ഓൾവേസ് ദെയർ ആർ പീപ്പിൾ അറൗണ്ട്. അവിടുന്ന് മുതലാണ് ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ, ആ ഒരു ബോണ്ടിങ്, അതിൻ്റെ ഒരു ബ്യൂട്ടി, ആ ഒരു ഭംഗിയൊക്കെ മനസ്സിലാക്കുന്നത്. സോ ഞാൻ അതിനുശേഷം എനിക്ക് തമിഴ് വെബ് സീരീസിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തെലുങ്ക് സിനിമയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മറ്റേ ബ്രാൻഡ് അസോസിയേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിലും ഗോപുവിന് സുമതിയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലൊക്കെ കിട്ടുന്ന അല്ലാത്ത ടൈം ഐ മെയ്ഡ് ഷുവർ ദാറ്റ് ഞാൻ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് ഈ ഒരു ബോണ്ടിങ്ങിനും ഞങ്ങൾ ഒരുമിച്ചും ഒക്കെയാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കുറേ പരിപാടികൾ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ദാറ്റ് വാസ് ദ ഡിഫറൻസ്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് മുമ്പത്തെ ലൈഫിൽ നിന്നും ഇപ്പോഴും എനിക്ക് ഫ്രീഡം ഉണ്ട്. ഗോപു എപ്പോഴും ചോദിക്കും, ചേട്ടൻ ഫ്രണ്ട്സിൽ നിന്ന് കാണാൻ പോകാറില്ലേ, അല്ലെങ്കിൽ ചേട്ടനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം. എനിക്കങ്ങനെ നിർബന്ധങ്ങളില്ലാത്തൊരു വ്യക്തിയാണ്. ലൈക്ക് ഐ എം വെരി ഹാപ്പി എവറിവെയർ. ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാപ്പിയാണ്, ഞാൻ ഗോപിയുടെ കൂടെ ഹാപ്പിയാണ്, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഹാപ്പിയാണ്, ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഹാപ്പിയാണ്. സോ എനിക്കാകെയുള്ളതെന്ന് വെച്ചാൽ പ്രയോറിറ്റൈസ് ചെയ്യണം. ലൈക്ക് എനിക്കെല്ലാം സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷമില്ലാത്ത കാര്യങ്ങളിൽ ഞാൻ അധികം ടൈം ആൻഡ് എനർജി സ്പെൻഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ എനിക്ക് റിലേറ്റബിൾ അല്ലാത്ത സ്പേസിൽ എന്നെ അധികം കാണാറില്ല. ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് കഴിയുമ്പോൾ എല്ലാവരും പറയുമല്ലോ, ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉണ്ട്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ എനിക്കിതിനു വേണ്ടി മാറ്റേണ്ടി വന്നു, അല്ലെങ്കിൽ ഞാൻ മാറി, എൻ്റെ ഇന്നലെ വരെയുള്ള ജീവിതത്തിൽ എൻ്റെ ഒരു സിംഗിൾ ലൈഫ് എനിക്കിപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഇതൊന്നും ഇല്ല. അങ്ങനത്തെ അല്ല. എനിക്ക് വന്ന മാറ്റങ്ങൾ അതൊക്കെ പറയാൻ പറ്റുമോ വെച്ചാൽ, പുറത്തു പോയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ
അവിടെ ഇവിടെയും വെച്ച ബാഗ് കട്ടിലിടാൻ പാടില്ല, നമ്മൾ എപ്പോഴും കൈ കഴുകിയിട്ടേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, അത് വെറുതെ ഒരു ഇത് സംഭവം മാത്രമല്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ ചെറുതായി എനിക്ക് എൻ്റെയൊക്കെ ലൈഫിൽ വളരെ കാഷ്വൽ ആയിരുന്നു. നമ്മൾ ചിലപ്പോൾ ഓർക്കില്ല, മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ കൈ കഴുകി വന്നിട്ട് മൊബൈൽ യൂസ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ വീണ്ടും പോയി കൈ കഴുകി വന്നിട്ട് ഭക്ഷണം കഴിക്കണം, കാരണം യു ഹവ് ടേക്കൺ ദ മൊബൈൽ. ഇതൊക്കെ എനിക്ക് പുതിയ അറിവ്, ഇതൊക്കെയായിരുന്നു എൻ്റെ ലൈഫിൽ വന്ന പുതിയ ചേഞ്ച്. ഇതൊന്നും വീട്ടിലല്ലെങ്കിൽ ആരും അങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്തിരുന്നില്ല. പിന്നെ നനഞ്ഞ തോർത്തും ഇല്ല, അത് പണ്ടും ഞാൻ അങ്ങനെ ചെയ്തിരുന്നില്ല. പുറത്തു പോയി ഇട്ട് വന്ന ഡ്രസ്സിൽ ബെഡിലിരിക്കാൻ പാടില്ല, ഇതൊക്കെ എനിക്ക് പുതിയ ഇൻഫർമേഷൻ. എനിക്ക് മീൻസ് എൻ്റെ ലൈഫിൽ അങ്ങനെ ആയിരുന്നില്ല. ഒരു ബേസിക് ഹൈജീൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ ബേസിക് ഹൈജീൻ ഇവിടെയാണെങ്കിൽ ഗോപിയുടെ അവിടെയാണ്. എല്ലാവർക്കും പല പല വരകളാണല്ലോ. അപ്പോൾ ഈ വര ആ വരയുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ആദ്യമായിട്ട് വന്നത്. രണ്ടാമത്തത് ഐ എം സമ്മൺ, എനിക്ക് ഈ കോണ്ടന്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഷോർട്ട് കോണ്ടന്റ്സ് അല്ലെങ്കിൽ പൊതുവെ ഇൻ ജനറൽ സ്റ്റോറി ടെല്ലിങ്, ഞാൻ ഒരുപാട് ബ്രാൻഡ് അസോസിയേഷനൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും മൊബൈലിൽ ഇരുന്ന് പോകും ചില വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ. ആ വീഡിയോസിൽ മാത്രമല്ല, ആ വീഡിയോസിൻ്റെ കമൻറ്റ് മൊത്തം ഇരുന്ന് വായിക്കും. ഏതോ ആൾക്കാരുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആളുകളുടെ റെസ്പോൺസ് അറിയാം. ഇറ്റ്സ് നോട്ട് ദറ്റ് ഐ ടേക്ക് ഇറ്റ് സീരിയസ്ലി, പക്ഷേ ഞാൻ കമൻറ്റുകൾ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതോ നാട്ടിൽ ഏതോ വൈറലായ വീഡിയോൻ്റെ എങ്ങനെയാണ് ആളുകൾ ഇതിനെ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ വീട്ടിലെല്ലാവരും വന്നിരുന്ന് എൻ്റെ അച്ഛനും അമ്മയും അനിയനും ഒക്കെ ഇരിക്കുന്ന സമയമായിരിക്കും, എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര അവൾ ഒഫൻഡാവും. ഇവിടെ ആൾക്കാരിരിക്കുമ്പോൾ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ എൻ്റെ അടുത്ത് ഒരിക്കലും അച്ഛനും അമ്മയും ഒന്നും ഇതെന്താണ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ മൊബൈൽ നോക്കി ഇരുന്നിരുന്നത് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഗോപിയാണെങ്കിൽ മുഖത്തടിച്ച് പോലെ ചോദിക്കും, ഈ സമയം കീപ്പ്. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിലുള്ള വ്യത്യാസങ്ങൾ ബാക്കി ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ ദാറ്റ്സ് എ ഗുഡ് ചേഞ്ച് ആണ്. എനിക്കത് ഗുഡാണോ ബാഡാണോ എന്ന് അറിയില്ല, പക്ഷേ ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ വന്ന ചേഞ്ച്. ബട്ട് അതർവൈസ് എൻ്റെ ലൈഫിൽ വലിയ ചേഞ്ച് ഒന്നും. A man crazy in love, GP. I am in love with everything in general. അല്ല അങ്ങനെയല്ല, ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു കട്ട് ദ റൊമാൻറ്റിക് പാർട്ട് ഓഫ് ഇറ്റ്. ബട്ട് ഞാൻ ചെയ്യുന്നത് എന്തും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത് കല്യാണത്തിലും അത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ ഒരിക്കലും അത് ബിലിറ്റിൽ ഇത് പറയുകയല്ല. പക്ഷേ ഞാനിപ്പോൾ തെലുങ്ക് സിനിമ ചെയ്യാണ്, ഞാനിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര ചെയ്യാണ്, ഞാനൊരു യൂട്യൂബ് വ്ളോഗ് ചെയ്യാണ്, ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുകയാണ്. ഞാനിതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ചെയ്യാൻ. ഐ ലവ് ഡൂയിങ് ദിസ്. അതേപോലെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഈ ഫേസും ഐ ലവ് ഡൂയിങ് ദാറ്റ്. എനിക്ക് ഗോപിക്കായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അപ്പം ഡെഫിനറ്റ്ലി ഐ എം ഇൻ ലവ് വിത്ത് ദാറ്റ് ഹോൾ പ്രോസസ്. ഹൗ ഗുഡ് എ സൺ ആർ യു ആസ് എ മകൻ? എങ്ങനെയാണ് ഹൗ ഗുഡ് എ സൺ ആർ യു എന്നുള്ളതിൻ്റെ ക്രൈറ്റീരിയ എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഫാമിലിയായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന വേറെ വേറെ സ്പേസുകളിലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ യൂറോപ്പിൽ പോകാൻ എനിക്കൊരു അവസരം കിട്ടി. ഞാൻ അച്ഛനെയും അമ്മയും എല്ലാവരും കൊണ്ടാണ് യൂറോപ്പിൽ പോയത്. കാരണം അവരും യൂറോപ്പ് കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഗോപുര വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അവരെ ഞാൻ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. ഐ എം സ്പെൻഡിങ് ടൈം വിത്ത് ദം. പക്ഷേ ഹാവിങ് സെഡ് ദിസ്, ഐ എം നോട്ട് ദറ്റ് ഗായ് ഹൂ വുഡ് കം ബാക്ക് ഹോം. വീട്ടിൽ വന്ന് അച്ഛനും അമ്മയായിട്ട് ഇരുന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്താ ചോദിക്കുക, അതെൻ്റെ തലയിൽ പോവുകയില്ല. ടു ബി ഫ്രാങ്ക്, ഞാൻ ഇത്രയും അച്ഛനും അമ്മയായിട്ട് സമയം സ്പെൻഡ് ചെയ്ത് തുടങ്ങിയത് കല്യാണത്തിന് ശേഷം. അയ്യോ, ആ മാഡത്തിന് കുറേ പരിപാടികളുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കണം. അങ്ങനെ മീൻസ് അപ്പോഴൊക്കെയാണ് ഞാൻ അമ്മേനെ ഇത്രയും ഹാപ്പിയായി കാണുന്നപ്പോഴാണ്. കാരണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലോകത്തോടോ ഞാനിങ്ങനെ എന്തൊക്കെ പരിപാടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിൽ ഞാൻ വേറൊരു സ്ഥലത്താണ്. ആൻഡ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയുന്നില്ല ദാറ്റ് ദീസ് ഇസ് ഹൗ ഇറ്റ് ഈസ് എന്നുള്ളത്. ഇങ്ങനെ ഇരുന്ന് ഇവരൊക്കെ ആയിട്ട് ഞാൻ പല കഥകളും ഇവരുടെ കുറേ കഥകൾ കേൾക്കുന്ന ഗോപിക വന്നതിന് ശേഷം. സ്വന്തം പേരൻസിൻ്റെ ഐ ഡോണ്ട് തിങ്ക് സോ ഇറ്റ്സ് എ ക്രെഡിറ്റ് ഓർ സംതിങ്. പക്ഷേ അങ്ങനെയുള്ള സ്പേസിലല്ല ഞാൻ. പക്ഷേ എനിക്ക് അവരെ ഇഷ്ടമാണോ? അതെ, അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഹാപ്പിനെസ് ഈസ് എവറിത്തിങ്. ഞാൻ ഇത്രയും കാലം പട്ടാമ്പി വിട്ടു പോകാതിരുന്നിരുന്നത് ഐ വോണ്ട് ടു ഗോ ബാക്ക് ഹോം. അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്നത് 2022 അതുവരെയും അച്ഛൻ്റെ നിർബന്ധം സഹിക്കാൻ പറ്റാതെ ആണ് ഞാൻ ചെയ്യുന്നത്. അച്ഛന് മനസ്സിലായി ഞാൻ സുഖലോലുപനാണ്, എനിക്ക് ബാധ്യതകളില്ല, EMI ഇല്ല, ഒരു പരിപാടി ഇല്ല, സെലഗ് പടമുണ്ട്, എല്ലാം സെറ്റാണ് എന്നൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ പ്രശ്നം യൂറോപ്പ് പോകാൻ വേണ്ടിയിട്ട് യൂറോപ്പ് പോകുന്ന സമയത്ത് എൻ്റെ അസിസ്റ്റൻറ്റ് വിനോദും എൻ്റെ ക്യാമറമാനും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇത് കാലകാലമായിട്ട് കയ്യിൽ. അപ്പോൾ അവരെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ പട്ടാമ്പി എൻ്റെ അക്കൗണ്ട് ഇപ്പോഴും 15 കൊല്ലം 20 കൊല്ലമായിട്ട് ഒരേ അക്കൗണ്ട്, ഒറ്റ അക്കൗണ്ടുള്ളൂ.
അദ്ദേഹം കൃത്യമായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അച്ഛൻ്റെ കൈ കൊണ്ടേ കൊടുത്ത്. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇത് നടക്കൂല, ഇത് എവിടെയെങ്കിലും കൊണ്ട്. അങ്ങനെയാണ് അച്ഛനെ ലോക്കാക്കി ഗോപുരയൊക്കെ വാങ്ങിപ്പിച്ചത്. നല്ല കാര്യം. ഇപ്പൊ എനിക്ക് EMI ഉണ്ട്, എല്ലാ കൊല്ലം എങ്ങനെ ടാർഗറ്റ് വെച്ച് ചെയ്യണമെന്നുണ്ട്, പഴയ പോലത്തെ. പക്ഷെ അതോടുകൂടി വർക്ക് കൂടി കിട്ടോ, ബ്രാൻഡും കൂടി. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് ടാർഗറ്റ് ഉണ്ടല്ലോ. പണ്ട് നമുക്ക് വീട്ടിലേക്ക് കാശ് കൊടുക്കണ്ട, നമുക്ക് EMI ഇല്ല, മാരിയറ്റിൽ നിൽക്കുന്നു, ഗ്രൗണ്ട് പ്ലാസയിൽ നിൽക്കുന്നു, അവിടെ നിൽക്കുന്നു, യൂട്യൂബിന് വേണ്ടിയിട്ട് ആൽബങ്ങൾ ഓരോരോ ഞാൻ തന്നെ പാടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ആൽബം ഇറക്കുന്നു. എല്ലാവർക്കും യൂട്യൂബിൽ കാശ് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബിന് കൊടുത്ത കാശുകളുണ്ടല്ലോ, ചില്ലറെന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഞങ്ങൾ തന്നെ പോയി ഷൂട്ട് ചെയ്യുന്നു, ഞാൻ തന്നെ പാടുന്നു, എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, ഇതൊക്കെയായിരുന്നു ഹോബി. ഇപ്പം നല്ല കുട്ടിയല്ലേ, ഞാൻ എത്ര കാലമായി ഒരു പാട്ട് പാടിയിട്ട്. അനാവശ്യമായ ചിലവുകളില്ല, നല്ല കുട്ടിയായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഒരു വീട് മേടിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വാസ്. അപ്പം വെൻ യു ആസ്ക് മീ ദാറ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് റിയലൈസേഷൻസ് ആണല്ലോ. പിന്നെ അനിയനാണ് കൂടുതൽ അറ്റാച്ച്ഡ്. ഈ സ്പേസിനിടയിലേക്കാണ് ഗോപിക വരുന്നത്. പെൺകുട്ടികളില്ലാത്ത വീടാണ്, അവിടെ ചേട്ടനും അനിയനും, അതിനിടയിലേക്ക് ഗോപിക വന്നപ്പോൾ കെമിസ്ട്രി കംപ്ലീറ്റ് എങ്ങനെയാണ് ചേഞ്ച് ആയത്? ബോണ്ടിങ് കൂടി, എനിക്ക് വീട്ടുകാരായിട്ടുള്ള ബോണ്ടിങ് കൂടി ഗോപിക വന്നതോട് കൂടിയിട്ട്. അമ്മയായിട്ടും ഒക്കെ കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി, ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് മൊബൈൽ നോക്കും, പക്ഷെ എങ്കിലും എനിക്ക് ഇന്ന് സംസാരിക്കാൻ തുടങ്ങി. അനിയന് ചേച്ചിയൊക്കെ ആയോ? അത് വഴക്കൊക്കെ പറയും അനിയന്? അത് അവര് തമ്മിൽ അങ്ങനെയാണ് വഴക്ക്. ഗോപിക എല്ലാവരും വഴക്ക് പറയും. അവിടെ അവൾക്ക് അച്ഛൻ, അമ്മ, അനിയൻ, ചേച്ചി, ചേട്ടൻ, ചെറിയ കുട്ടിയൊന്നുമില്ല. ഗോപിക വളരെ സ്ട്രിക്ട് മാസ്റ്ററാണ്. ഷീസ് വെരി സ്ട്രേറ്റ് ഫോർവേഡ്. അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ, അവൾക്ക് പരിചയമില്ലാത്ത ആളാണെങ്കിലും അവൾ വഴക്ക് പറയും. എളുപ്പമായി. അല്ല, ടെൻഷൻ ഇല്ലല്ലോ, ഉള്ളതറിയാലോ, ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് വരും. എല്ലാവരും റൈറ്റ് ആയിട്ട് എടുക്കണമെന്നില്ല. അവളുടെ സ്ട്രേറ്റ് ഫോർവേഡ്നെസ് അവൾക്കൊരു ഇനയാണ്. എൻ്റെ ഡിപ്ലോമസി ഒന്നും അവൾക്കില്ല. ഞാനൊക്കെ നിങ്ങൾ എപ്പോഴും ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് കംഫർട്ടബിൾ. അവൾക്ക് ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. ഇപ്പം 4 മീഡിയക്കാർ ക്യാമറയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൾ ഇറിറ്റേറ്റഡ് ആണെങ്കിൽ അവൾ കാണിക്കും. എന്താണ് മാഡം പറയാൻ? എനിക്കൊന്നും പറയാനില്ല എന്ന് പറയും ചിലപ്പോൾ. അതെന്തിനാ നിങ്ങളോട് പറയുന്നതെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അത് ബേസിക്കലി അത് അവൾക്ക് ഫേക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് സ്പേസ് ആണെങ്കിലും ഞാൻ എൻ്റെ ഇമോഷനെ കൺട്രോൾ ചെയ്യും, എനിക്ക് പറ്റും. ഐ സേ ഇത്ര പോരെ, ഞാൻ ചോദിക്കും. ഒന്ന് അതും ആയിരിക്കും കേട്ടോ. ലൈക്ക് എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇമോഷൻസ് കയ്യിലുണ്ട്. അവളുടെ ഒരു ഇമോഷനുള്ള കയ്യിലില്ല. ഹാപ്പിനെസ് ആണെങ്കിലും, സന്തോഷമാണെങ്കിലും, സങ്കടമാണെങ്കിലും, ദേഷ്യമാണെങ്കിലും എല്ലാം വളരെ അടിപൊളിയായിട്ട് അവൾ എക്സ്പ്രസ് ചെയ്യും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ബട്ട് ഷീ ഈസ് വെരി സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് വെരി സ്വീറ്റ്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇനീഷ്യലി എനിക്ക് പേടിയുണ്ടായിരുന്നു, ദൈവം ഇത് മൊത്തം കയ്യിൽ നിന്ന് പോവോ. കാരണം ഒരു കാര്യം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇതൊന്നുമില്ല. പക്ഷേ ഇപ്പം എല്ലാവർക്കും അവളെ മനസ്സിലായതുകൊണ്ട് ദിസ് ഇസ് ഹൗ ഷീ ഈസ് എന്ന് മനസ്സിലായുണ്ട്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം.